ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സദ്യ വാങ്ങാനാണ്. അതെ, ഇന്നൊരു സദ്യ വിശേഷമാണ്. ഓണമൊക്കെ അല്ലേ, സദ്യ ഇല്ലാതെ എന്തോണമല്ലേ. അപ്പോൾ സദ്യ വാങ്ങാനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് സദ്യ കഴിക്കാനായിട്ട് നമ്മൾ സദ്യ ഓർഡർ ചെയ്ത കട കണ്ടുപിടിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ കട എവിടെയാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ ചെയ്തതാണ് കേട്ടോ. പിന്നെ മലയാളീസ് അല്ലേ, നമുക്ക് കട നമ്മൾ കണ്ട് തപ്പി പിടിച്ച് സദ്യ എടുത്തുകൊണ്ട് പോന്നു. സദ്യയല്ലേ നമുക്ക് ഓണമായ മുഖ്യം. അപ്പോൾ നമുക്ക് 2 വലിയ കവറുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു, കാരണം കവറിന് അന്യായമായ കനം തന്നെയുണ്ട്. പിന്നെ നമുക്ക് 2 പേപ്പർ വാഴയിലയാണ് കിട്ടിയത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ സ്വന്തം വാഴയിലയും കൂടെ വാങ്ങിക്കൊണ്ട് പോയി. ഇതാണ് എൻ്റെ കയ്യിലിരുന്ന കവർ പൊട്ടിച്ചപ്പോൾ കിട്ടിയ ഐറ്റംസ്. ഇനി ഒരു കവറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സദ്യനെ അറ്റാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു കവറിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് തൊട്ട് പായസം വരെ അടങ്ങിയ ഒരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ഓലനുണ്ട്, പിന്നെ നമ്മുടെ പച്ചടി, കിച്ചടി, കൂട്ടുകറി, അങ്ങനെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. പാക്കിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയണം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ചെറിയ ബോക്സുകളിലാക്കിയാണ് ഇവർ എല്ലാ സാധനവും പാക്ക് ചെയ്ത് തന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ ഓണം. അപ്പം ഞാൻ എല്ലാ ഫുഡും ഒന്നും കൂടെ കാണിച്ചു തന്നാലോ. കണ്ടോ, ഉപ്പ് തൊട്ട് എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാലേ, നമ്മൾ കഷ്ടപ്പെട്ട് കടയൊക്കെ കണ്ടുപിടിച്ച് മേടിച്ചുകൊണ്ട് വന്ന സദ്യയാണെങ്കിലും അവർ പായസം വെക്കാൻ മറന്നുപോയി. പായസം ഇല്ലാതെയാണ് നമുക്ക് സദ്യ കിട്ടിയത്. പിന്നെ അങ്ങ് കഴിച്ചു. ഇത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഓണമല്ലേ, പുള്ളിക്കാരത്തി സദ്യ കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ സദ്യ ഒരു ബോക്സിലാക്കി, അതായത് ലഞ്ച് ബോക്സിലാക്കി ഒരു ഇലയായിട്ട് പുള്ളിക്കാരത്തിയും കൊണ്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ സദ്യയുടെ ഐറ്റംസ് എല്ലാം. പിന്നെ ഇതിൻ്റെ എല്ലാം മേമ്പൊടിയായിട്ട് സാമ്പാറുണ്ടായിരുന്നു, പരിപ്പ്, രസം, പുളിശ്ശേരി, മോരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഇത്തവണത്തെ സദ്യ അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചു. പിന്നെ പായസത്തിൻ്റെ കാര്യം എടുത്ത് പറയണമല്ലോ. അടപ്രഥമനും പാലടപ്രഥമനും ഉണ്ടായിരുന്നു. സദ്യ എല്ലാം കഴിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അവർ മറന്നുപോയ പായസവും കൊണ്ട് തന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സദ്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.